ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നൂഹിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആദ്യ ഭാഗത്ത്, പ്രബോധന കാലഘട്ടത്തിന്റെ ആദ്യ പാദങ്ങളിൽ അവതരിച്ച സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് നൂഹും. അതുപോലെ തന്നെ സൂറത്തു നൂഹിന് നമ്മൾ മുമ്പ് പഠിച്ച സൂറത്തുൽ ജിന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയ പൊരുത്തങ്ങളുണ്ട്. രണ്ട് സൂറത്തുകളിലെയും വിഷയങ്ങൾ മക്കാരെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ള ആൾക്കാരെ, ഖുറൈശികളെ, മുശ്രിക്കുകളെ, അതുപോലെ തന്നെ അവരുടെ താൻപോരുമ നടിക്കുന്ന ആൾക്കാരെ, തങ്ങളിൽ ഉള്ളതിനെ കുറിച്ച് അഹങ്കാരപൂർവ്വം പെരുമ നടിക്കുന്ന ആൾക്കാരെ, അതുമാത്രമല്ല തങ്ങൾ കീഴെയുള്ള ആൾക്കാരെ അടിച്ചമർത്തിയ അങ്ങനെ ജീവിക്കുന്ന, അതിൽ ആനന്ദം കൊള്ളുന്ന ആൾക്കാരെയൊക്കെ പരാമർശിക്കുന്ന സൂറത്തുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ജിന്നും സൂറത്തുൽ നൂഹും. സ്വാഭാവികമായും സൂറത്തുൽ നൂഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അധികം വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് ഒരു സൂറത്ത് തന്നെ ആ പേരിൽ കൊടുക്കുകയും ആ സൂറത്തിന്റെ ആദ്യ അവസാനം വരെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ കൂടി എന്ത് സന്ദേശമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അവർക്കും അറബികൾക്കും ഇന്ന് ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൊസൈറ്റി, അന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ജീവിച്ചിരുന്ന സമൂഹം ഷിർക്ക് പുലർത്തുന്ന ഈ സൂറത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ വദ് സുവാഹ് പോലുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഈ സൂറത്ത് നൂഹിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. ലാത്ത, ഉസ്സ, മനാത്തെ പോലുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഖുറൈശികളെ കുറിച്ച് നമുക്കറിയാം. അന്ന് അവരെങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും പോലും വിഗ്രഹങ്ങൾ പോലും ഉണ്ടാക്കിയ കഅബയിൽ, അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കിയ കഅബയിൽ അവരുടെ വിഗ്രഹങ്ങൾ പോലും ഒരുക്കി വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ ഖുറൈശികൾ, അല്ലെങ്കിൽ പൊതുവെ അറബികൾ. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആയത്തിന്റെ അല്ലെങ്കിൽ ഈ സൂറത്തിന്റെ തന്നെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജീവചരിത്രം തന്നെ, ആ സംഭവം തന്നെ പറയുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത്രയും പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. എന്നത് മാത്രമല്ല, അടിമ വ്യവസായം, അടിമ സമ്പ്രദായം അതുപോലെ നിലനിർത്തുകയും ആൾക്കാരെ അടിച്ചമർത്തുകയും അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ ഇഷ്ടങ്ങളെയും ഇല്ലാതാക്കുകയും കച്ചവടത്തിന്റെ ഒരു കമ്മോഡിറ്റി ആയിട്ട്, ഒരു വസ്തുവായിട്ട് മാത്രം മനുഷ്യരെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും അന്നുണ്ട്. കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ പ്രബോധനം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൽ അധികവും ആൾക്കാർ അദ്ദേഹത്തിന്റെ പ്രബോധനം കേട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരിൽ അധികവും സമൂഹത്തിൽ താഴേക്കിടയിലുള്ള, നമ്മൾ പറയേണ്ട സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ വിവിധ തട്ടുകളുണ്ട്. ആ തട്ടുകളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരായിരുന്നു നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ദഅവത്ത്, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം സ്വീകരിച്ചവർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള ആൾക്കാരെ അവർ അറാദിലാണ് എന്നുള്ള പദം ഉപയോഗിച്ചത്. അതായത് വളരെ നീചരാണ്, മ്ലേച്ഛരാണ് എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലുള്ള ഒരു പദപ്രയോഗമാണ്. താഴെത്തട്ടിലുള്ള ആൾക്കാർ എന്നുള്ള അർത്ഥത്തിൽ നിന്റെ കൂടെ നൂഹ് അലൈഹി ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടൊക്കെ അവർ പറഞ്ഞിരുന്നത് ഈ പറയുന്ന അറാദിയിലുമായി ബന്ധപ്പെട്ട്, താഴേക്കിടയിലുള്ള ഈ പറയുന്ന മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഞങ്ങൾ കേട്ടുകൊള്ളാം എന്ന് പറയുന്ന ഒരു വലിയ വർത്തമാനമൊക്കെ നൂഹ് നബിയുടെ ആൾക്കാർ പറഞ്ഞിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കേട്ടവരിൽ ഭൂരിഭാഗവും അടിമകളായിരുന്നു. അവർക്കൊരു വിമോചനം കൊടുക്കുന്ന, അവരുടെ വേദനകളും അവരുടെ നോവുകളും അവരുടെ
പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കുമെല്ലാം പരിഹാരമായി ഇസ്ലാം അവരുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമർപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചതും ഈ പറയുന്ന താഴേക്കിടയിലുള്ള അടിമകളായ അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ അറേബ്യൻ സൊസൈറ്റി അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. അത് പലപ്പോഴും നമ്മൾ സൂറത്തിൽ ജിന്നിൽ പറഞ്ഞതുപോലെ ഒരു ഭാഗം സൂറത്ത് ജിന്നിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുകയില്ല. അവരുടെ ഒരു കൺസെപ്റ്റ് തന്നെ, ഒരു സങ്കല്പം തന്നെ അതായിരുന്നു, ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെടും, ഇപ്പോൾ കൈക്കരുതിയിരിക്കുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം എടുത്ത് കളയേണ്ടി വരുമെന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള അനുഗ്രഹത്തിൽ, അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിൽ, അവർക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ അഹങ്കരിക്കുകയും ആ അഹങ്കാരം ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൊസൈറ്റിയും സ്വീകരിച്ചിരുന്നു എന്നത് നൂഹ് നബിയുടെ ജീവിതത്തിൻ്റെ അതേ സംഭവത്തിന് തുല്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നൂഹ് നബിയുടെ കാലത്തും ഇതേ സാഹചര്യം തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത്. ഷിർക്ക് ചെയ്യുക, അവരുടെ ഒരുപക്ഷെ അന്ന് ജീവിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുടെ ബദ് സ്വഭാവം പോലുള്ള ആൾക്കാരുടെ പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക, ആ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ മഹിമ, പവർ, ശക്തി പ്രകടിപ്പിക്കുക, സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടെങ്കിൽ അത് അഹങ്കാരവും താൻ പോരുമയും നടിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജീവിച്ചത്. ഇവർ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഈ സൂറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു ഭാഗം തന്നെ പറയുന്നത്, നൂഹ് നബി അലൈഹിസ്സലാം അവർക്ക് പ്രബോധനം നടത്തിയപ്പോഴും ഇതിൽ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ നൂഹ് നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചുള്ളൂ. നമുക്കറിയാം, ഖുർആൻ തന്നെ പറയുന്നത് 950 വർഷത്തിലധികം നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തി. അത്രയും കാലം പ്രബോധനം നടത്തിയിട്ടും വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന്റെ ചില അവസാന ഭാഗങ്ങളോടുകൂടി പറയുന്നത്, നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത്, പടച്ചവനെ ഇനി കഴിയില്ല എന്ന രീതിയിൽ ഇവരോട് പ്രബോധനം ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് തക്കതാ ശിക്ഷ പോലും കൊടുക്കാൻ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം പോലും ഈ സൂറത്തിലുണ്ട്. സാധാരണ ഒരു പ്രവാചകൻ, ഒരു നബി, ഒരു റസൂൽ തങ്ങളുടെ സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കുന്നത് വളരെ അപൂർവമായ സംഭവങ്ങളാണ്. പക്ഷേ ഇത്രയും നൂറ്റാണ്ടുകൾ തന്നെ എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം അവർക്കിടയിൽ പ്രവർത്തിച്ചിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും ഇസ്ലാം സ്വീകരിക്കാത്ത, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ കൽപ്പനകളെയും ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ തന്നെ ശാസനകളെയും നിർദ്ദേശങ്ങളെയും അംഗീകരിക്കാത്ത ഒരു സൊസൈറ്റിയെ അവസാനമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്, പടച്ചവന് വിട്ടുകൊടുക്കുന്ന, ഇനി അള്ളാഹു നോക്കിക്കൊള്ളുക, ഇവരുടെ കാര്യം ഇനി അള്ളാഹു നോക്കുക എന്ന രീതിയിൽ, അവർക്ക് ശിക്ഷ കൊടുക്കുക എന്ന രീതിയിൽ നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് സംഭവിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന ആൾക്കാര് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാത്തത് എന്ന് വെച്ചാൽ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതാനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അത് മാത്രമല്ല, ഈ സൂറത്ത് ദഅവത്തിന്റെ ആദ്യ ഘട്ടത്തിലാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം നൂറ്റാണ്ടുകൾ ജീവിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് തന്നെ കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലും മരിക്കുന്ന 63-ാമത്തെ വയസ്സിലുമാണ്. അങ്ങനെ ആ പറയുന്ന 23 വർഷക്കാലത്തെ ദഅവത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നടത്തിയത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും ഈ രണ്ട് നബിമാരെയും, നൂഹ് അലൈഹി സ്വലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അത് മാത്രമല്ല, നൂഹ് നബി അലൈഹി സ്വലാമിനെ ഉലുൽ അസ്മ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ, അതായത് ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാർ എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തന്നെ കണക്കാക്കിയ ഒരു പ്രവാചകരിൽപ്പെട്ട ഒരാളാണ് നൂഹ് നബി അലൈഹി സ്വലാമും.
അവ്വൽ റസൂൽ, ആദ്യത്തെ റസൂൽ എന്നുള്ള പദം ഉപയോഗിച്ചത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിലാണ്. ഖുർആൻ തന്നെയാണ് അത് ഇങ്ങനെ ഉപയോഗിച്ചത്. ഒരുപക്ഷെ ലോക മനുഷ്യരാശിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഹാം, സേത്ത് പോലുള്ള മക്കളിൽ നിന്ന് ലോകരാശി ഉണ്ടായി എന്ന് പറയുന്ന വായനകൾ നമുക്ക് കാണാം. ബൈബിളിൽ പോലും നോഹ എന്ന പേരിൽ, അല്ലെങ്കിൽ നോഹ് എന്നുള്ള പേരിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവചരിത്രം അതിൽ പരാമർശിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളെയും ഭാര്യയെയും വളരെ ഗൗരവത്തോടു കൂടി ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് ശരിയല്ലാത്ത മോശക്കാരായ രണ്ട് സ്ത്രീകളായ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ഒന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്, മറ്റൊന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്. അതായത് ഒരു സ്വന്തം ഭർത്താവ്, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഇണ, അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞിട്ടും അള്ളാഹുവിൽ ധിക്കരിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ട് അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മോശക്കാരായ ഒരാളാ എന്ന നിലയിലാണ് അവരുടെ ഭാര്യയെയും, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെയും ചിത്രീകരിക്കുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനെയും ആ രീതിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചിത്രീകരണവും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആനിൽ പല ഭാഗത്തായും നമുക്ക് കാണാൻ കഴിയും. എന്നതുപോലെ തന്നെ ഒരു ഖുർആനിൽ വലിയ ശിക്ഷ ലഭിച്ച ഒരു സമൂഹവും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അവരെല്ലാരെയും നശിപ്പിച്ചു കളയുകയും, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതിന് മുമ്പ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് കപ്പൽ ഉണ്ടാക്കാൻ കൽപ്പിക്കുകയും ആ കപ്പൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് വന്ന് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആൾക്കാരോടും അപ്പോഴും ദഅവത്ത് നടത്തുന്ന ഒരു സന്ദർഭവും നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഈ പറയുന്ന ധിക്കാരങ്ങളൊക്കെ ഉണ്ടാവുകയും ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന തന്നെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷ നൽകുന്ന സംഭവവും നമുക്ക് ഖുർആനിൽ കൂടി കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് എന്തിനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഓർമ്മകൾ ഈ സൂറത്തിന്റെ ആദ്യ അവസാനം വരെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. ഈ ഓർമ്മകൾ സൊസൈറ്റിയിലേക്ക് മുന്നിട്ട് കൊടുക്കുന്നത് എന്തിനാണ്? അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാം ഇത്രയും നൂറ്റാണ്ടുകൾ ആ ഒരു സമൂഹത്തിന് വേണ്ടി ദഅവത്ത് നടത്തിയിട്ടും സ്വീകരിക്കാതിരുന്നപ്പോൾ അതിന്റെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന, വെള്ളപ്പൊക്കത്തിൽ കൂടി നശിപ്പിച്ചു കളയുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ആ ഒരു തരത്തിലുള്ള ശിക്ഷ നിങ്ങൾക്കും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ആ ഒരു സംഭവത്തിലുണ്ട്. അത് മാത്രമല്ല, ദഅവത്ത് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുകയും പെട്ടെന്ന് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൽ ഫലം കിട്ടിയില്ല എങ്കിൽ അത് ഇട്ടെറിഞ്ഞ് പോകുന്നതല്ല. ഒരുപാട് കാലഘട്ടം, ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു പാഠവും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലുണ്ട്. അത്രയും നൂറ്റാണ്ടുകളായി ദഅവത്ത് നടത്തിയ ഒരാളായിട്ടാണല്ലോ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ, ആ സത്യമാർഗം ജനങ്ങളെ പഠിപ്പിക്കുവാൻ ക്ഷമാപൂർവം പ്രവർത്തിച്ച ഒരു പ്രവാചകൻ എന്ന രീതിയിലാണല്ലോ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറയുന്നത്. ആ ഒരു ക്ഷമ, അള്ളാഹുവിന്റെ മാർഗം എത്ര പീഡനങ്ങളും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ആണെങ്കിൽ പോലും എല്ലാവരെയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സബർ, ഉണ്ടാവേണ്ട ഒരു സ്ഥൈര്യം, ഉണ്ടാവേണ്ട ഒരു ക്ഷമാഭാവം, ഇതെല്ലാം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ്. മറ്റു ഇസ്ലാമിന്റെ കുടുംബത്തിന്, അതായത് ദഅവത്ത് നടത്തുമ്പോൾ കുടുംബവും അംഗങ്ങളും ഭാര്യയും മക്കളും എല്ലാം മുസ്ലിമായി തീരണമെന്നോ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. അത് അവർ തിരഞ്ഞെടുക്കുന്ന വഴിയാണ്. അള്ളാഹു എല്ലാവർക്കും കൊടുക്കണം നിർബന്ധമില്ല എന്നും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതും കൂടി ഈ ഒരു വിഷയത്തിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് ഖുറൈശി വംശവും അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിൽ നിന്നാണല്ലോ. അബൂലഹബ് മൂത്താപ്പയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള പല ഖുറൈശി നേതാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പലതരത്തിൽ ബന്ധമുള്ളവരായിരുന്നു. അങ്ങനെ
ഒന്നിയിൽ ഗോത്രബന്ധം അല്ലെങ്കിൽ കുടുംബ ബന്ധം, ഈ തരത്തിലുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പറയുന്ന ദഅവത്ത് നടത്തണം. അപ്പോൾ പോലും ആൾക്കാർ എല്ലാവരും അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ച് കൊള്ളണമെന്നില്ല എന്ന് പറയുന്ന ഒരു പാഠം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യരെയും സത്യവിശ്വാസികളെയും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സൂറത്ത് നൽകുന്ന മറ്റൊരു പാഠം. ഇതാണ് ഈ സൂറത്തിന്റെ പ്രധാന മാനങ്ങൾ. ഇത് നമ്മളുടെ മനസ്സിൽ മുന്നിൽ വെച്ചുകൊണ്ടാവണം നമ്മൾ ഈ സൂറത്തിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഇസ്ലാമിന്റെ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിന്റെ ആശയങ്ങളും ഖുർആനിന്റെ ശാസനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരുപാട് കാലത്തെ നീണ്ടു നിന്ന പരിശ്രമങ്ങളിലൂടെയാണ് ഇസ്ലാം ജനങ്ങളെ മാറ്റിയെടുത്തത് എന്ന് പറയുന്നത് പോലും ഈ സൂറത്തിന്റെ മറ്റൊരു പാഠ്യമാണ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു തരുന്നതും ഇസ്ലാം എന്നത് വളരെ പെട്ടെന്ന് സ്വീകരിച്ച് മാറുന്നതല്ല. വളരെ ശ്രമകരമായ പരിശ്രമങ്ങളിലൂടെ ആണ് ദഅവത്ത് നടത്തേണ്ടത്. അതിലൊരു സ്ഥിരത വേണം, ആ ഈമാനിൽ സ്ഥിരത വേണം എന്നൊക്കെയും അതിൽ സ്ഥൈര്യവും വേണം എന്നൊക്കെയും പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ജിന്ന്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.